സാധാരണ ഇൻട്രൊഡക്ഷന് കഴിഞ്ഞവണയൊക്കെ നല്ല ഡാൻസ് കളിച്ചു. ഇത് എന്തുവാടേ ഇത്? ഡാൻസിന്റെ ഡാൻസ് ഷോ അല്ലേ ഇപ്പൊ? ഇത് ഷട്ടിൽ ബാറ്റൊക്കെ ഡാൻസിന്റെ ക്യാപ്റ്റൻസ് നിങ്ങളുടെയൊക്കെ കള്ളക്കളി കണ്ടുപിടിച്ചിട്ടാണ് ഇന്ന് ഈ CID രസ്ന ഈ KDLന്റെ വേദിയിൽ വന്നിരിക്കുന്നത്. അറിയോ? മനസ്സിലായില്ല. എന്താണ് വലിയ ഡാൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ്, സ്വന്തമായി ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇങ്ങനെ സ്വന്തമായി പൊക്കി പൊക്കി പോവുക അല്ലേ? അതൊന്നുമല്ല, ഇതിന്റെ യഥാർത്ഥ ഉത്ഭവം ഞാനിന്ന് കണ്ടുപിടിച്ചു. യുറേക്ക. ഓക്കെ, എന്താണ് കണ്ടുപിടിച്ചതോ? പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഓരോ സ്റ്റെപ്പ് എടുത്തതും ഓരോ സ്പോർട്സ് ഐറ്റത്തിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ശരി മിസ്റ്റർ പെരേര. സ്പോർട്സ് ഐറ്റം മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ. ബാഡ്മിന്റൺ കളിക്കാണ്. നമ്മളിങ്ങനെയല്ലേ ബാഡ്മിന്റൺ ചെയ്യും? ടക്ക് ടക്ക്. ഈ സെയിം സ്റ്റെപ്പ് തന്നെയല്ലേ നിങ്ങളിങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അല്ലേ? അല്ലാതെ പറയാൻ പറ്റുമോ? അടുത്ത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയില്ലേ, ഇതേല്ലാം നമ്മുടെ 1 2 3 4 ഇതിൽ നിന്നല്ലേ നിങ്ങൾ എടുത്തിരിക്കണത്. നമ്പർ 2 നല്ല കണ്ടുപിടുത്തല്ലേ? നിക്ക് അടുത്തത് കൂടിയുണ്ട്. നിങ്ങൾ ഫോക്ക് അല്ലേ? ഫോക്ക് കളിക്കും അല്ലേ നിങ്ങള്? ഫോക്ക് എങ്ങനെ വരുന്നത്? ക്രിക്കറ്റ്. വെരി സിമ്പിൾ. നമ്മളെങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്ന സാധനം സ്ലോ ആക്കി ചെയ്ത് ടങ്ക് ടക്കട 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 ടങ്ക് ടക്കട 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 ടാ. എന്തായാലും എങ്ങനെയുണ്ട് മക്കളെ? എന്റെ കണ്ടുപിടുത്തം ശരിയല്ലേ? മാസ്റ്റേഴ്സ്, എങ്ങനെയുണ്ട് കണ്ടുപിടുത്തം ശരിയല്ലേ? അതാണ്. അല്ല, അപ്പൊ വേറെ ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സ്പോർട്സ് അല്ലാതെ അപ്പൊ ഈ മാർഷൽ ആർട്സ് ഒന്നും വെച്ചിട്ട് ഒരു പരിപാടി നിനക്ക് മതിയായില്ലല്ലേ? നിനക്ക് മതിയായില്ല? ഇല്ല. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ മാർഷൽ ആർട്സ് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം കളരി, കരാട്ടെ, അതുപോലെ ഇപ്പൊ കളരിയൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടുത്തുണ്ടോ? നിങ്ങൾ ഈ കണ്ടംപററി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനം എന്താ? നമ്മുടെ പൂഴിക്കടകം, ഇതൊക്കെ തന്നെയല്ലേ ഈ കളരിയിലെ ഇരുത്തം? എന്താണ് ഇതൊക്കെ തന്നെയല്ലേ? കളരിയിൽ അമർന്നിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടംപററി. യെസ്, അതാണ്. ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ആക്കി നിങ്ങൾ എന്ത് ചെയ്യും? ബോക്സിംഗ്. ഈ സാധനം ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ മറ്റേ അപ്പൊ ഈ നല്ലാക്കുന്നില്ലേ? കരാട്ടയിലേക്ക് എന്താ മാസ്റ്റർ അതിന് പറയാ? ലോക്കിംഗോ? സൂപ്പർ. ഈ കരാട്ടയാണോ ഈ ലോക്കിംഗ് ആയത്? കരാട്ടയുടെ ഇത് ടക് ടക് ടാ. അത് കൊള്ളാം കേട്ടോ, നല്ല ശരിയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും നമ്മള് എന്താ പറയാ, രചനയ്ക്ക് ശരിക്കും ഡോക്ടറേറ്റ് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മൾ പോലും ആലോചിച്ചില്ല. ശരിക്കും നമിച്ചോ. അടുത്തതായി ഈ വേദിയിൽ വരാൻ പോകുന്നത് നമ്മുടെ പെൺപുലിയായ വിഷ്ണുപുരയുടെ ടീമിൽ നിന്നും കൊച്ചിൻ സാമുറൈസിന്റെ സുഫൈലാണ്. നല്ലൊരു കൈയടിയോടെ നമുക്ക് സുഫൈലിനെ സ്വാഗതം ചെയ്യാം. എന്റെ ഒരു ഓസ്കാർ ആയിട്ടും നീ കട്ടയ്ക്ക് കൂടെ നിന്നോണം. ഇത് പൊളിക്കും. എന്ത് ഡൗട്ടണ്ട? सूरज तेरा चढ़ता ढलता गर्दिश में करते हैं तारे. सूरज तेरा चढ़ता ढलता गर्दिश में करते हैं तारे. അയ്യോ തല ഇറങ്ങുന്നു. അമ്മേ മഹാമയെ, എടാ എനിക്കൊരു മുട്ട പപ്സ് വാങ്ങിച്ചു തരുമോ? ഒരു ചായെങ്കിലും മേടിച്ചു തരാൻ പറ്റുമോ? ഒരു സ്ഥലത്തെ ട്രാക്ക് മാറ്റി.
ചായയെങ്കിലും മേടിച്ചു കൊടുക്കുമോ ഇവന്? അടിയും കൊണ്ടു അവന് നന്നായിട്ട് ചായ മേടിച്ചു കൊടുക്കുമോ? തീർച്ചയായിട്ടും ചായ മേടിച്ചിടും കേട്ടോ. ഇതെന്താണ് ഇപ്പൊ ആമ്പിള്ളേർക്കാ മൊത്തം മുടിയും വരുന്നത്? കാലത്തിന്റെ ഒരു പോക്കേ. നമ്മൾ പെമ്പിള്ളേർക്കൊന്നും മുടിയില്ലാണ്ടായി, എല്ലാം മുടിയും നീട്ടി. അപ്പൊ നമുക്ക് നമ്മുടെ കമന്റ്സിലേക്ക് പോകാം. ആരാണ് നമ്മളെ ഇന്നത്തെ ആദ്യത്തെ കമന്റ്സ് പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. ആരാണ് നമ്മുടെ ഇന്നത്തെ കമന്റ്സ് പറയുന്നത്? സുഫൈൽ ഫസ്റ്റ് റൗണ്ടിൽ അടിച്ചു പൊളിച്ചു, തകർത്തു. ഈ റൗണ്ടിൽ ജാലിയായിട്ട് ചെയ്തു. ஆனால் என்டர்டெய்னிங் ஆகும். இது என்டர்டெய்னிங் ரவுண்டுன்னு പറഞ്ഞാൽ ഇങ്ങനെയാ ഒരു ജാലിയാ മസ്തിയാ ജാലി മജാ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നത്. ബട്ട് സുഫിലയോട് തകർത്തു ആടിപൊഴി അത് മിസ്സായി അല്ലേ? നീ എങ്ങനെ കാണിക്കണോ അതാണ് ഞങ്ങൾ മാർക്കിടും. നീ ഇത് ഫെയറായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ஏதாவது 1 2 3 4 5 6 7 8 அப்போ கிளாப்ஸ் ஆகிற ஒரு ஹைலைட்ஸ் உண்டாவே எல்லாரும் கிளாப்ஸ் பண்ணோம்ல, அது இருந்தால் அது உனக்கு கிட்டும். அது மிஸ் ஆகி எல்லாருமே 1 2 3 4 இங்கே போய் அது என்ஜாய்மெண்ட், என்டர்டெயின். நைஸ் பெர்ஃபார்மன்ஸ், நைஸ் கோஆர்டினேஷன். அது கிட்டில் இந்த பேர் அவருக்கு ஒரு ஜூம் அந்த கேமரா அவருக்கு மண்டைக்கு போங்களேன், ஹெட்டுக்கு மண்டையில் ஹெட்டு டேர்ன் செய்டா டேர்ன் செய். கிட்டு நோக்கு கிட்டுன்னு കിഡ് എന്താടാ എന്തിനാ அந்த കിട്ട് അവർക്ക് മൈക്ക് കൊടുക്ക്. എന്തിനാ എങ്ങനെ കിട്ടിന് കിഡ്ന്ന് വിളിക്കുക, പേര് റഫീഖ്. ഓ നീ സൂപ്പറായിട്ട് ചെയ്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉന്നെ കാണുന്നത്. നന്നായിട്ട് ചെയ്തു. നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല കൺട്രോൾ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്ലിപ്പിൽ രണ്ടുപേരും കോർഡിനേഷൻസ് എല്ലാം വാവ് ഫാക്ടർலாம் ഉണ്ട്. കുറച്ച് അടിപൊളിയായിട്ട് തകർക്കണമല്ലോ ഈ സ്റ്റേജ്. ഓക്കെ, വരുമ്പോൾ ഒരു വാവ് ഫാക്ടർ വേണം. മുടിയിൽ മാത്രം പോരാന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് റൗണ്ട്. ഹായ് സുഫേൽ. നല്ലൊരു കോൺട്രാസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് പെർഫോമൻസ് കണ്ടിട്ട്. ഇത് കണ്ടപ്പോൾ നല്ലൊരു ടോട്ടലി ന്യൂ സുഫേൽ കണ്ടു. മാസ്റ്റർ പറഞ്ഞതുപോലെ വളരെ ഒരു ഹാപ്പിയായ ഒരു ജോളിയായ ഒരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഐ ലൈക്ക് ദ കോമിക്കൽ ആസ്പെക്ട്സ്. അവിടെ കോമഡി ഇൻക്ലൂഡ് ചെയ്തത് വാസ് എ റിലീഫ്. പക്ഷേ ഐ തിങ്ക് യു ക്യാൻ ഇംപ്രൂവ് യുവർ ഡാൻസ് മോർ. നെക്സ്റ്റ് റൗണ്ടിൽ കാണാം. ആസ് ഫാർ ആസ് ദിസ് റൗണ്ട് ഗോസ്, ഇറ്റ് വാസ് എൻ എൻജോയബിൾ പെർഫോമൻസ്. ചില കണ്ടസ്റ്റൻസ് ആണ് ദേ സെറ്റ് ദ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇതൊക്കെ മുൻപ് ചെയ്ത പെർഫോമൻസ് അല്ലേ, യു സെറ്റ് എ സ്റ്റാൻഡേർഡ് ഇൻ മൈ ഹെഡ്. സുഫേൽ മീൻസ് സംതിങ് ഡിഫറെൻറ്റ്, சம்திங் அப் டு த மார்க் அப்படி இருக்கும் அப்படின்னு அந்த ஒரு ஃபேக்டர். பிகாஸ் நான் அந்த மைண்ட் செட்டில் தான் நான் உங்களை பார்த்தேன். அது கொஞ்சம் மிஸ் ஆச்சு. அது ஸோ யூ வாண்ட் டு மேக் அ டிஃப்ரெண்ட் ஜானர் பர்ஃபார்மன்ஸ். வேறு ஒரு ஜானரில் யூ வாண்ட் டு ஷோ யுவர் அதர் ஜானர் ஆஃப் யுவர் டான்ஸிங். இட் வாஸ் நைஸ், நல்லா இருந்தது. இட் வாஸ் அன் என்டர்டெய்னிங் பர்ஃபார்மன்ஸ். பட் யா, நம்மளுக்கு அந்த ஒரு ஸ்டாண்டர்ட் செட் பண்ணுவோம்ல. ஓகே, சில கண்டஸ்டன்ஸ்லாம் வந்துட்டு செம்மையாக பண்ணுவாங்கன்னு அந்த ஒரு சின்ன ஒரு டிசப்பாயின்மெண்ட் தான் இருந்தது. தவிர மற்றபடி இட் வாஸ் அ நைஸ் பர்ஃபார்மன்ஸ். போத் ஆஃப் யூ காம்ப்ளிமெண்டட் ஈச் அதர் ரியலி வெல். அந்த ஜம்ப்ஸ் அதெல்லாம் இட்ஸ் நாட் ஈஸி. பார்க்குறதுக்கு எல்லோரும் இங்கே கை தட்டுறாங்க. ஐ நோ how much of training it takes, how much of core power it takes, flexibility it takes to do all those. ஈஸியாக பண்ணிடுறீங்க. you're all gifted to have such a body, to have such flexibility, because it's not easy to do such floor moments. ஸோ அதெல்லாம் ரொம்ப சூப்பராக இருந்தது. வெரி இம்ப்ரெசிவ். பிட்ஸ் அண்ட் பீசஸாக இம்ப்ரெசிவாக இருந்தது. பட் ஆஸ் அ ஓவரால் பர்ஃபார்மன்ஸ் இட் வாஸ் அ பிட் டிசப்பாயிண்டிங் when it comes to Sufail's talent. That is what I'm trying to say. So you're a very capable, high standard dancer. So you make sure you set it. உங்களோட ரெக்கார்டை நீங்களே பிரேக் பண்ணிட்டே வாங்க. You keep challenging yourself. That is really important. Thank you. Okay? Nice. I like it.